നാട്ടിലെത്തിക്കാൻ വളരെയേറെ സഹായിച്ചവരാണ് ഗൾഫ് നാടുകളിലെ പ്രവാസി സംഘടനകൾ എന്നത് അറിയാക്കതയല്ല. ഭക്ഷണം എത്തിച്ചും ചികിത്സ നൽകിയും കോവിഡ് പരിശോധന നടത്തിയും ചാർട്ടേഡ് വിമാന സർവീസുകൾ ഒരുക്കിയും പ്രവാസികളെ താങ്ങി നിർത്തിയത് ഇവരാണ് എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ട്രാവൽ ഏജൻസികളുടെ വയറ്റത്തടിക്കുന്ന രീതിയിൽ ലാഭം ലക്ഷ്യമിട്ട് സംഘടനകൾ വിമാന ടിക്കറ്റ് വിൽപ്പന നടത്തുന്നുവെന്ന് യുഎഇയിലെ ട്രാവൽ ഏജൻസികൾ ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തി. മഹാമാരി കാലത്ത് ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ട ട്രാവൽ ഏജൻസികൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘടനകളുടെ ടിക്കറ്റ് കച്ചവടം നടക്കുന്നത്. ട്രാവൽ ഏജൻസികൾ നൽകുന്നതിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് ഇവർ ടിക്കറ്റ് വിൽക്കുന്നത്. എയർലൈനുകളിൽ നിന്ന് 725 ദിർഹത്തിന് ലഭിക്കുന്ന ടിക്കറ്റ് 100 ദിർഹം വരെ അധികം ഈടാക്കിയാണ് മറിച്ചു വിൽക്കുന്നതെന്നാണ് ആരോപണം. ഓഗസ്റ്റ് 2, 3, 4 തീയതികളിൽ യുഎഇ എയർലൈൻസുകൾ കേരളത്തിലേക്ക് സർവീസ് പ്രഖ്യാപിച്ചെങ്കിലും ഭൂരിപക്ഷം ടിക്കറ്റുകളും സംഘടനകൾ ബുക്ക് ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് ട്രാവൽ ഏജൻസികൾ ഇവർക്കെതിരെ രംഗത്ത് വന്നത്. കോവിഡ് കാലത്ത് പ്രവാസി സംഘടനകൾ ചെയ്ത ഉപകാരങ്ങൾ വലുതാണെന്നും എന്നാൽ ലാഭം ലക്ഷ്യമിട്ടുള്ള ടിക്കറ്റ് വിൽപ്പന അനുവദിക്കാനാവില്ലെന്നും ചാരിറ്റിയാണ് ലക്ഷ്യമെങ്കിൽ സൗജന്യമായ സർവീസ് നടത്തട്ടെ എന്നുമാണ് ഇവർ പറയുന്നത്. ഇനിയും ഇത് തുടർന്നാൽ മറ്റു നടപടികൾ ആലോചിക്കേണ്ടി വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു വെച്ചവർക്കാണ് ഇപ്പോൾ ടിക്കറ്റ് നൽകുന്നതെന്നാണ് സംഘടനകളുടെ ന്യായീകരണം. 5 മാസമായി ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതിരുന്ന ട്രാവൽ ഏജൻസികൾ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ തന്നെ തുടരുകയാണ്. വിസിറ്റ് വിസ അനുവദിച്ചു തുടങ്ങിയതോടെ ട്രാവൽ രംഗം ഉണരുമെന്ന പ്രതീക്ഷയിലാണിവർ. യാത്ര വിമാന സർവീസ് നിലച്ചതിനാൽ ഇപ്പോഴുള്ള സർവീസിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭം മാത്രമാണ് അവരുടെ പിടിച്ചുനിൽപ്പ് എന്നത്. 100 കണക്കിന് ട്രാവൽ ഏജൻസികളുള്ള നാട്ടിൽ സംഘടനകൾ കൂടി ലാഭം പ്രതീക്ഷിച്ച് ടിക്കറ്റ് വിൽപ്പനയുമായി ഇറങ്ങിയാൽ ഈ മേഖലയിലുള്ളവർ അടച്ചുപൂട്ടേണ്ടി വരും. മാത്രമല്ല, എയർലൈൻ നിർദ്ദേശിക്കുന്ന അതേ തുകയ്ക്ക് സംഘടനകൾ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് നിരക്ക് ഉയരാൻ കാരണമാവുകയും ചെയ്യും. ചാർട്ടേഡ് വിമാന സർവീസ് തുടങ്ങിയ സമയത്ത് ഉയർന്ന നിരക്കാണ് സംഘടനകൾ ഈടാക്കിയത്. എന്നാൽ ട്രാവൽ ഏജൻസികൾ നിരക്ക് കുറച്ച് രംഗത്തെത്തിയതോടെയാണ് പല സംഘടനകളും നിരക്ക് കുറച്ചത്. പ്രവാസികൾക്ക് കൈത്താങ്ങാവുന്ന സേവനങ്ങൾ അംഗീകരിക്കുമെന്നും ലാഭം ലക്ഷ്യമിട്ടുള്ള നീക്കം ചെറുക്കുമെന്നും ട്രാവൽ ഏജൻസി ഉടമകൾ വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.